നമുക്ക് ഏറ്റവും വലിയ ശക്തി നൽകുന്നത്, ഖുവ്വത്ത് നൽകുന്നത് ഇൽമ് തേടലാണ്, ഇൽമിന്റെ വഴികൾ അന്വേഷിക്കലാണ് എന്നാണ് അലി കറമല്ലാഹു വജ്ഹഹു ഈ പുണ്യമായ സദസ്സിലേക്ക് ഇൽമ് തേടിയാണ് നാം ഓരോരുത്തരും ആവേശത്തോടുകൂടെ കടന്നു വരുന്നത്. എന്തെങ്കിലും ഒരു രണ്ടക്ഷരം നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ ആ ഇൽമിലൂടെ നമുക്കൊരാത്മീയമായ ഉണർവ്, ഒരു പരലോക ചിന്ത, പടച്ചവനെ പേടി, അള്ളാഹുവിലേക്കുള്ള താൽപര്യം, നാം ചെയ്യുന്ന അമലുകളിൽ തന്നെ കൂടുതൽ ആവേശം, നാം നിസ്കരിക്കുന്നവരാണ്, സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നെയും പിന്നെയും കേൾക്കുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള ഒരു താൽപര്യം, അത് ഇൽമിന്റെ സദസ്സുകളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനും പറഞ്ഞു, നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മപ്പെടുത്തലുകൾ മുഅ്മിനീങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. ഓർമ്മപ്പെടുത്തലുകൾ മുഅ്മിനീങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ജിബ്രീൽ വല്ലാത്ത മുത്തഗയ്യിറുൽ ലൗൻ, ആകെ വിവർണമായി പോയി, വല്ലാത്ത ഒരു ബേജാറുള്ള അവസ്ഥയിലാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് യാതൊരു ഉന്മേഷവുമില്ല, വല്ലാതെ തളർന്നുപോയ, വിവർണമായി പോയ അവസ്ഥയിലാണ് ജിബ്രീൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചു, ജിബ്രീലേ, എന്തേ നിങ്ങളിങ്ങനെ പേടിച്ചരണ്ടതുപോലെ, വല്ലാത്ത ഒരു വെപ്രാളത്തിൽ, വല്ലാതെ ഒരു വിവർണമായ അവസ്ഥയിൽ? മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മുത്തുനബിയെ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നരകത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ നരകം കണ്ടുകൊണ്ടാണ് വരുന്നത്. നരകത്തിലെ ശിക്ഷകൾ കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. ആ പേടിയാണ്, ആ വെപ്രാളമാണ്, ആ നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടാണ് ഞാനിപ്പോഴും വറങ്ങലിച്ച് പേടിച്ച് വരച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുഖറബുൽ അംലാക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ജിബ്രീലെ നരകം? എങ്ങനെയാണ് നരകത്തിന്റെ അവസ്ഥ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, മുത്തുനബിയെ, 1000 കൊല്ലം നരകം കത്തിച്ചു. നരകം 1000 കൊല്ലം അതിശക്തമായി കത്തിച്ചു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. ആദ്യം 1000 കൊല്ലം കത്തിച്ചപ്പോൾ അതിന് കാണാനൊക്കെ ഭംഗിയുള്ള സാധാരണ വെളിച്ചമുള്ള പ്രകാശമായിരുന്നു. പിന്നീട് കത്തിച്ചപ്പോൾ കത്തിപ്പഴുത്ത് അതികഠിനമായ ചുമപ്പുള്ളതായി മാറി. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോൾ, 3000 കൊല്ലം നരകം കത്തിച്ചപ്പോൾ, അത് കത്തിയിട്ട് തീയുടെ അതിശക്തമായ തീഷ്ണത കൊണ്ട് അത് ഏറ്റവും കറുപ്പുള്ള കറുത്ത ഒരു തീക്കുണ്ടമായി മാറി. നബിയേ, ആ തീഗോളത്തിന്റെ അതിശക്തമായ നരകക്കുണ്ടിന്റെ അതികഠിനമായ, അതിന്റെ ശക്തമായ ദുനിയാവിലെ തീയിനേക്കാൾ അതിനുള്ള എത്രയോ 10 മടങ്ങ് അതിന്റെ ചൂട്. ആ നരകത്തിന്റെ ഓരോ ശിക്ഷകൾ, നരകം തന്നെ നരകത്തിൽ നിന്ന് അഭയം തേടുന്ന അവസ്ഥ, നരകം തന്നെ അല്ലാഹുവിനോട് നരകത്തിൽ നിന്ന് അഭയം തേടുകയാണ്. കാരണം പടച്ചവനെ, എന്റെ ചില ഭാഗങ്ങൾ ഇതാ ഉരുകി ഒലിക്കുകയാണ്, കത്തിക്കയറുകയാണ്, സഹിക്കാൻ വയ്യ റബ്ബേ. ഉള്ളിലുള്ള വിങ്ങലുകൾ, ഉള്ളിലുള്ള നേരിപ്പോടുകൾ, അതിശക്തമായ നീറ്റലുകൾ, ചില ഭാഗത്തെ തിന്നു തീർക്കുമ്പോൾ നരകം തന്നെ നരകത്തെ പേടിച്ചുകൊണ്ട് നിലവിളിക്കുന്ന, നരകം തന്നെ നരകത്തിൽ നിന്ന് അഭയം തേടുന്ന അതിഭയാനകമായ അവസ്ഥകൾ ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചു കൊടുക്കുകയാണ്. നരകത്തിലെ ഓരോ തെറ്റുകൾക്കുള്ള ശിക്ഷകൾ, ഓരോ തെറ്റുകൾക്ക് നരകക്കാർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ,
അതെല്ലാം അങ്ങനെ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹസ്ബി യാ ജിബ്രീൽ, ഹസ്ബി 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 യാ ജിബ്രീൽ, ജിബ്രീലേ മതി മതി, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്ന ജിബ്രീലേ, സഹിക്കാൻ കഴിയുന്നില്ല. ലാ യൻസദിഉ ഖൽബി ഫഅമൂത്, താങ്ങാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ വർത്തമാനങ്ങൾ കേട്ടിട്ട് എന്റെ ഹൃദയം സ്തംഭിച്ചു പോയി, എന്റെ ഹൃദയം പൊട്ടിപ്പോയി, ഞാൻ മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നു മഹാനായ ജിബ്രീലേ, ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് ഞാൻ പേടിക്കുന്നു ജിബ്രീലേ, അതുകൊണ്ട് മതി മതി നിങ്ങൾ വിവരിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഭയപ്പെടുത്തിയത്, നരകത്തെക്കുറിച്ച് വിവരിച്ചത് സഹിക്കാൻ കഴിയുന്നില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മതി എന്ന് നിർത്താൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വിവരണം നിർത്തി. നരകത്തെക്കുറിച്ചുള്ള വിവരണം ജിബ്രീൽ നിർത്തി. മഹാനായ മുത്തുനബി നോക്കുമ്പോൾ പിന്നെ പൊട്ടി പൊട്ടി കരയുകയാണ് ജിബ്രീൽ. വിവരണം നിർത്തിയപ്പോൾ പിന്നീട് പൊട്ടി പൊട്ടി കരയുകയാണ് ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ നിങ്ങൾ എന്തിനാ കരയുന്നത്? തബ്കി യാ ജിബ്രീൽ വഅൻത മിനല്ലാഹി ബിൽ മക്കാനിൽ ലദീ അൻത ബിഹി, അല്ലാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരല്ലേ നിങ്ങൾ, പടച്ച റബ്ബിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരല്ലേ നിങ്ങൾ, നിങ്ങൾ മലക്കുകളുടെ കൂട്ടത്തിൽ മുഖറബീങ്ങളിൽപ്പെട്ട അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള മലക്കല്ലേ, നിങ്ങൾക്ക് നരകമില്ലല്ലോ, നിങ്ങൾക്ക് നരകശിക്ഷയില്ലല്ലോ, നിങ്ങൾക്ക് നരകത്തെ പേടിക്കേണ്ടതില്ലല്ലോ, പിന്നെ എന്തിനാണ് കരയുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മുത്തുനബിയേ, നരകത്തിലെ ശിക്ഷ എനിക്ക് കിട്ടുമെന്ന പേടി കൊണ്ടല്ല, നരകത്തിന്റെ ശിക്ഷ എനിക്ക് കിട്ടുമെന്ന പേടി കൊണ്ടല്ല, നരകം എനിക്ക് കിട്ടുമെന്ന പേടി കൊണ്ടല്ല, പക്ഷെ നരകം ഒരാൾ കണ്ടാൽ, നരകം ഒരാൾ കണ്ടാൽ പിന്നെ എങ്ങനെ കരയാതിരിക്കും നബിയെ? ഞാൻ നരകം കണ്ടവനാണ്, ഞാൻ കരയാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയും ബാധ്യതയുമുള്ളവനാണ്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ നേതാവായിരുന്നു ഇബ്ലീസ്, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചിരുന്നയാളായിരുന്നു ഇബ്ലീസ്, ആ ഇബ്ലീസ് പോലും നരകക്കാരനായിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 മലക്കുകളായിരുന്നു ഹാറൂത്തും മാറൂത്തും, അവരും നരകക്കാരായി മാറിയിട്ടുണ്ട്. പിന്നെ ഉറപ്പ് 100% ഉറപ്പിക്കാൻ കഴിയോ? ബേജാറുണ്ട് നബി, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കാര്യത്തിൽ എനിക്ക് തന്നെ ബേജാറുണ്ട്. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, മുഅ്മിനീങ്ങളെ പേടിക്കണം. മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാം എല്ലാ മലക്കുകളും മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബിയെ സ്നേഹിച്ചപ്പോൾ, ആദരിച്ചപ്പോൾ, ബഹുമാനിച്ചപ്പോൾ ഏറ്റവും വലിയ പുഞ്ചിരിയോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചപ്പോൾ, പക്ഷേ മഹാനായ മീകായിൽ അലൈഹിസ്സലാം മാത്രം ചിരിച്ചില്ല. മഹാനായ മീകായിൽ അലൈഹിസ്സലാം മാത്രം ചിരിച്ചില്ല, എല്ലാ മലക്കുകളും ചിരിക്കുന്നുണ്ട്. മീകായിൽ അലൈഹിസ്സലാം മാത്രം ചിരിച്ചില്ല. ബഹുമാനപ്പെട്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, എന്തേ മീകായില് ചിരിക്കാത്തത്? എല്ലാവരും ചിരിച്ചു, എല്ലാവരും ചിരിക്കുന്നു, എന്തേ ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം മാത്രം ചിരിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നരകത്തെ സൃഷ്ടിച്ചത് മുതൽ മാ ലഹിക മീകായിൽ, മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. മുൻദു ഖുലിഖത്തിൻ നാർ, നരകത്തെ അല്ലാഹ് പടച്ച അന്ന് മുതൽ പിന്നെ മീകായിൽ ചിരിച്ചിട്ടില്ല നബിയെ എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിനും നരകമില്ല, മീകായിലിനും നരകമില്ല, പക്ഷേ അവർ 2 പേരും ഏറ്റവും ഭയപ്പെടുന്നവരും പേടിക്കുന്നവരും കരയുന്നവരുമായി മാറിയത് അവർ നരകത്തെ കണ്ടു എന്ന കാരണത്താലാണ്. നമ്മൾ നരകം കണ്ടിട്ടില്ല, പക്ഷേ നരകത്തെ കണ്ട നമ്മുടെ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ഭയപ്പാടോടെ പേടിയോടുകൂടെ നമുക്ക് വന്ന് മുന്നറിയിപ്പ് നൽകി നരകത്തെ പേടിക്കാൻ പറഞ്ഞു, നരകത്തിൽ നിന്ന് കാവൽ തേടാൻ പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നരകത്തിൽ നിന്ന് കാവൽ തേടുക, അത് തന്നെ ഏറ്റവും വലിയ നരകത്തിൽ നിന്നുള്ള രക്ഷക്കുള്ള വഴിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ 3 തവണ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, പടച്ചവനെ നരകത്തിൽ നിന്ന് കാക്കണേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് 3 തവണ നിങ്ങൾ പറഞ്ഞാൽ നരകം പറയൂ, പടച്ചവനെ എന്നിൽ നിന്ന് അവനെ കാക്കണേ അല്ലാ, പടച്ചവനെ എന്നിൽ നിന്ന് അടിമയെ കാക്കണേ എന്ന് നരകം റബ്ബിനോട് ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയും, പടച്ചവനെ എന്നെ അവന് കൊടുക്കണേ എന്ന്. സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യും. നമ്മളിതായി റമദാനായപ്പോൾ എല്ലാ ദിവസവും എത്ര തവണ, ഓരോ വഖത്തിലും 3 തവണ, മറ്റുള്ള സമയങ്ങളിലും 3 തവണ നമ്മൾ സ്വർഗം ചോദിക്കുന്നു, 3 തവണ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. അല്ലേ? അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗം തേടുന്നു, വഅഊദു ബിക മിനന്നാർ നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യുന്നു റബ്ബേ. ഒരാൾ 3 തവണ സ്വർഗം ചോദിച്ചാൽ അവന് സ്വർഗം ഉറപ്പ്. കാരണം സ്വർഗം എന്നെ റബ്ബിനോട് ദുആ ചെയ്യും, പടച്ചവനെ ആ അടിമക്ക്, ആ ചോദിക്കുന്നവന് എന്നെ കൊടുക്കണേ, സ്വർഗത്തെ കൊടുക്കണേ എന്ന്. 3 തവണ നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ നരകം പറയും, പടച്ചവനെ എന്നെ കൊടുക്കരുതേ എന്ന്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നരകത്തെ പേടിച്ച് കരയുക, നരകത്തിൽ നിന്ന് കാവൽ തേടുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. നരകത്തിലേക്ക് പോകാൻ കാരണക്കാരനായ ഒരാൾ, നരകത്തിലെ വറകാവാൻ കാരണക്കാരനായ ഒരാൾ, നരകത്തിലെ ഇന്ധനമാകാൻ നരകത്തിലിട്ട് കത്തിച്ചാമ്പലാക്കി ഏറ്റവും വലിയ ശിക്ഷക്ക് കാരണക്കാരനായ ഒരാൾ, കൊടും തമ്മാടിയായ ഒരാൾ, അയാൾ മരണപ്പെട്ടു. ബസറയിൽ ബസറക്കാരനായ ഒരാൾ മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, വളരെ വലിയ തമ്മാടിയാണ്, കൊടും തമ്മാടിയാണ്. ആ തമ്മാടിത്തരത്തിന്റെ ഗൗരവം കൊണ്ട് ജനങ്ങൾ മുഴുവനും വെറുത്തുപോയി. അയാൾ മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ആരും മരിച്ച വീട്ടിൽ കൂടാനില്ല, ആരും മയ്യത്തിനെ പരിപാലിക്കാനില്ല, മയ്യത്ത് നിസ്കരിക്കാനില്ല. കാരണം എല്ലാവരും അങ്ങേയറ്റം വെറുപ്പോടുകൂടെ കണ്ട മനുഷ്യനാണ്. അവസാനം ആരാരും മരണവാർത്ത അറിയിച്ചിട്ടും മരിച്ച വീട്ടിലേക്ക് അയൽക്കാര് പോലും സഹായിക്കാൻ വരാനില്ല. ഇയാളുടെ ഭാര്യ എങ്ങനെയെങ്കിലും ഭർത്താവിന്റെ മരിച്ച ഈ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറടക്കണമല്ലോ. ആളുകൾ വിളിച്ചിട്ടും വരാതെ നിവൃത്തിയില്ലാതെ സങ്കടപ്പെട്ടപ്പോൾ ഈ പെണ്ണ് അങ്ങാടിയിലേക്ക് ചെന്ന് 2 ആളെ കൂലിക്ക് വിളിച്ചു. 2 ജോലിക്കാരെ 2 ആളെ കൂലിക്ക് വിളിക്കുകയാ. എന്തിന്? ഭർത്താവിന്റെ മയ്യത്തിനെ കുളിപ്പിക്കാൻ, ഭർത്താവിന് ഒന്നുപോയി ഖബറടക്കം ചെയ്യാൻ. ആരാരും വരാത്തത് കൊണ്ട് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് കൂലിക്ക് വിളിച്ചു. 2 പേര്, 2 ചുമട്ടുകാര് വന്നു. എന്നിട്ട് ഇയാളെ ചുമന്നു, കുളിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പക്ഷേ ഒരൊറ്റയാളും മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറായില്ല. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരാളും തയ്യാറല്ല, ഒരാളും നിസ്കരിക്കാൻ കടന്നു വരുന്നില്ല. വല്ലാത്ത സങ്കടത്തോട്, വല്ലാത്ത വേദനയോടുകൂടെ ഈ പെണ്ണ് ഭർത്താവിന്റെ ജനാസ ഈ ജോലിക്കാര് ചുമന്നുകൊണ്ട് ഒരു സഹറായിലേക്ക്, ഒഴിഞ്ഞ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഖബറടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ആ നാട്ടിൽ, ആ കാലഘട്ടത്തിൽ ബസറയിൽ ഏറ്റവും അറിയപ്പെട്ട മഹാനായ ഒരു വലിയ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ, ആ കാലഘട്ടത്തിൽ ബസറയിൽ ഏറ്റവും അറിയപ്പെട്ട, എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന വലിയ ഒരു മഹാനാണ്. അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയാണ്. അദ്ദേഹം
ആ മരുഭൂമിയോട് ചേർന്ന ഒരു താഴ്വാരത്തിനപ്പുറത്ത് ഒരു മലയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ മലയിലാണ് അദ്ദേഹം സാഹിദായി ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയിരുന്നത്. മലയിലാണ് താമസം. അവിടെ നിസ്കരിച്ചും ഖുർആനും ഇബാദത്ത് ചെയ്തും കഴിഞ്ഞുകൂടുകയാണ്. ആളുകളൊക്കെ കാണാൻ ആഗ്രഹിക്കും, ആളുകളൊക്കെ ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കും. പലപ്പോഴും ഒരുപാട് പ്രയാസം സഹിച്ച് മല കയറി ചെല്ലും ചില ഭാഗ്യവാന്മാർക്ക് കാണാൻ കഴിയും. ഭാഗ്യമുള്ള ആളുകൾക്ക് കാണാം. പല ആളുകൾ പലപ്പോഴും കാണാനും കഴിയാറില്ല. എന്നാലോ ബസറക്കാരും പരിസരത്തിലുള്ളവരും എല്ലാവരും അങ്ങേയറ്റം ആദരിക്കുന്ന, അങ്ങേയറ്റം ബഹുമാനിക്കുന്ന വലിയ ഒരു മഹാനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വളരെ ഉന്നതനാണ്. എല്ലാവരും ബഹുമാനിക്കുന്നയാളാ. അദ്ദേഹം മല ഇറങ്ങി വരാറില്ല, താഴ്വാരത്തേക്ക് താഴേക്ക് ഇറങ്ങി വരാറില്ല. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് ചുമട്ടുകാര്, ഈ പെണ്ണും ഈ തമ്മാടിയായ തന്റെ ഭർത്താവിന്റെ ജനാസ നിസ്കരിക്കാൻ പോലും ആളില്ലാതെ നിരാശയോടുകൂടെ മടക്കിയിട്ട് ആ മരുഭൂമിയിൽ കൊണ്ടുപോയി ഖബറടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ മലയിൽ നിന്ന് അല്ലാഹുവിന്റെ വലിയ താഴേക്കിറങ്ങി വന്നിരിക്കുന്നു. ആ വലിയ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ താഴേക്കിറങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഇവർ കടന്നു വരുമ്പോൾ പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അള്ളാന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരനായ ഒരാളുടെ മയ്യത്ത് വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. എനിക്കറിയിപ്പ് കിട്ടി. ഞാൻ എന്റെ ഗുഹക്കുള്ളിൽ ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഇബാദത്ത് കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാനൊന്ന് മയങ്ങിക്കിടന്നതായിരുന്നു. അപ്പോൾ എനിക്ക് മഹാന്മാരിലൂടെ സ്വപ്നത്തിലൂടെ അറിയിപ്പ് കിട്ടി, ഇതാ നിങ്ങൾ മലയുടെ താഴേക്ക് ഇറങ്ങിപ്പോകണം. അവിടെ ഒരു ജനാസ, ഒരു മയ്യത്ത് വരാനുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരാളുടെ ജനാസയാണ്. നിങ്ങളുടെ നേതൃത്വത്തിൽ മയ്യത്ത് നിസ്കരിക്കണം എന്ന അറിയിപ്പ് എനിക്ക് കിട്ടി. ഞാനിതാ ഇറങ്ങി വന്നതാണ്. ഇത് കേട്ടപ്പോൾ, ഈ വിവരം കേട്ടപ്പോൾ ഈ ചുമട്ടുകാര് ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ ജനാസ ഇറക്കി വെച്ചുകൊണ്ട് തിരിച്ചങ്ങാടിയിലേക്ക് ഓടി, നാട്ടിലേക്ക് അങ്ങാടിയിലേക്ക് ഓടി. എന്നിട്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ വലിയ, നിങ്ങളൊക്കെ പലപ്പോഴും കാണാൻ വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത് മല കയറിപ്പോയിട്ട് കാണാൻ കഴിയാത്ത അല്ലാഹുവിന്റെ മഹാൻ ബഹുമാനപ്പെട്ടവരിതാ ഇറങ്ങി വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ടവരിതാ നമ്മുടെ നാട്ടിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ മലഞ്ചെരുവിൽ, ആ മരുഭൂമിയിലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വൃത്തികെട്ടവൻ എന്ന് നമ്മൾ ആക്ഷേപിച്ച് മരണപ്പെട്ട ആ തമ്മാടി, അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി അതാ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇത് ജനമൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവരും കൂട്ടത്തോടുകൂടെ മരുഭൂമിയിലേക്ക്, നാട്ടിലുള്ളവർ മുഴുവനും, കാരണം എല്ലാവരും ബഹുമാനിക്കുന്ന വലിയാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരെ കാണാൻ, ബഹുമാനപ്പെട്ടവരെ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളും മയ്യത്ത് നിസ്കരിക്കണ്ടേ? എല്ലാവരും ആ നാട്ടിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ജനാവലി. കാരണം എല്ലാവരും മയ്യത്ത് നിസ്കാരത്തിന് പോയി. ഒരുപാട് നല്ല നല്ല ആളുകൾ മരണപ്പെട്ടപ്പോൾ അവർക്ക് പോലും കിട്ടാത്ത വലിയ ജനാസ നിസ്കാരം, ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരമാണ് പിന്നീട് ആ തമ്മാടിയാണ് എന്നറിയപ്പെട്ട മനുഷ്യന് കിട്ടുന്നത്. അതോ ഇമാമത്ത് നിൽക്കുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വലിയും, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാൻ ഇമാമായിട്ട് ഏറ്റവും വലിയ ജനാസ നിസ്കാരം കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യവാനായി മാറുകയാണ് ഈ മനുഷ്യൻ. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. എല്ലാവരും ഖബറടക്കത്തിന് കൂടി. പിടിമണ്ണ് വാരിയിട്ടപ്പോഴേക്ക് തന്നെ ഖബർ നിറഞ്ഞു. അതിന് മാത്രം ആളുകൾ, ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി മയ്യത്ത് നിസ്കാരത്തിലും ജനാസ പരിപാലനത്തിലും ഖബറടക്കത്തിലും ദുആയിലും എല്ലാം പങ്കെടുത്തു. സുബ്ഹാനല്ലാഹ്. ഈ വലിയ ബഹുമാനപ്പെട്ടവര് ഈ പെണ്ണിനോട് ചോദിച്ചു, അല്ല സഹോദരി, എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ? എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ? അപ്പോൾ പറഞ്ഞു മഹാനവറുകളെ, ഷാരിബുൽ ഖംർ, എന്റെ ഭർത്താവ് കള്ളുകുടിയനായിരുന്നു, തമ്മാടിയായിരുന്നു, നിസ്കരിച്ചിരുന്നില്ല.
കൃത്യമായി നിസ്കരിച്ചില്ല. അതുകൊണ്ടാണ് എല്ലാവരും വെറുത്തത്, കുടുംബക്കാര് വെറുത്തത്, അയൽക്കാര് വെറുത്തത്, എല്ലാവരും വെറുത്തത് മഹാനവറുകളെ. പക്ഷേ ഞാൻ വളരെ കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് ഞാൻ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. പക്ഷേ ഇത്രയേറെ വേദനിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം എന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ, ആരാരും മരിച്ച വീട്ടിലേക്ക് വരാതെ, അവസാനം ഞാൻ ആളെ കൂലിക്ക് വിളിപ്പിച്ച്, രണ്ടുപേരെ കൂലിക്ക് വിളിപ്പിച്ച് ഞാൻ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവച്ചപ്പോൾ പോലും ആരും മയ്യത്ത് നിസ്കരിക്കാതെ ഞാൻ ഖൽബ് പൊട്ടിപ്പോയി, ഹൃദയം പൊട്ടിപ്പോയി. പിന്നെ എങ്ങനെയെങ്കിലും മറമാറണമല്ലോ. മഹാനവറുകളെ, ഞാനിതാ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ ഇങ്ങോട്ട് ഇറക്കി തന്നത്. ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയത് അൽഹംദുലില്ലാഹ്. എനിക്കിപ്പോൾ സമാശ്വാസമായി. ബഹുമാനപ്പെട്ട ഈ വലിയ ചോദിച്ചു, പെണ്ണെ, പ്രിയപ്പെട്ട സഹോദരി, തമ്മാടിയായും കള്ളുകുടിയനായും ജീവിച്ചവനാണെങ്കിലും എന്തൊക്കെയോ ചില സൽക്കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അറിയിപ്പ് കിട്ടിയത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളുടെ ഭർത്താവിന് കിട്ടിയത്. ഒന്നുമില്ലാതെ നിങ്ങൾ പറയുന്നു, നാട്ടുകാർ പറയുന്നു തമ്മാടിയായിരുന്നു, വൃത്തികെട്ടവനായിരുന്നു. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ നന്മകളില്ലാതെ, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ടാകും. അതില്ലാതെ രക്ഷപ്പെടാൻ, ഇങ്ങനെ ഈ സൗഭാഗ്യം കിട്ടാൻ ഒരു കാരണവുമില്ല. എന്തായിരുന്നു, എന്തൊക്കെ ഖൈറാണ് നിങ്ങളുടെ ഭർത്താവ് ചെയ്തിരുന്നത്? അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, മഹാനവറുകളെ, നഅം സലാസത്തു അശ്യാ, മൂന്ന് കാര്യങ്ങൾ എന്റെ ഭർത്താവ് ചെയ്തിരുന്നു. മൂന്ന് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നു. നിസ്കാരത്തിൽ 5 വഖത്തിലും അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടായിരുന്നില്ല. 5 വഖത്തും അദ്ദേഹം കൃത്യമായി നിസ്കരിച്ചിരുന്നില്ല. പക്ഷേ ഒരു കാര്യം, 3 കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്തിരുന്ന 3 നന്മകളിൽ ഒന്ന്, ഇദാ അഫാഖ മിൻ സകരിഹി വഖത സുബൈ, പകലും കള്ളുകുടിക്കും രാത്രിയിലും കള്ളുകുടിക്കും, പകലും കള്ളുകുടിക്കും രാത്രിയിലും കള്ളുകുടിക്കും. രാത്രി കള്ളുകുടിച്ചാൽ, രാത്രി മദ്യപിച്ചാൽ രാവിലെയാകുമ്പോഴേക്ക് അതിന്റെ മത്ത്, രാവിലെയാകുമ്പോഴേക്ക് അതിന്റെ മത്ത് വിടും, അതിന്റെ ലഹരി വിടും. സുബഹിയാകുമ്പോഴേക്ക് രാത്രി കുടിച്ച കള്ളിന്റെ ലഹരി വിടും. ആ ലഹരി വിട്ടുകഴിഞ്ഞാൽ എന്റെ ഭർത്താവ് യുബദ്ദിലു സിയാബോ, അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രമൊക്കെ മാറ്റും, എന്നിട്ട് വൃത്തിയാകും. വയതവല്ലഉ, എന്നിട്ട് സുബഹിന്റെ സമയത്ത് നന്നായിട്ട് വുളൂ ചെയ്യും. എന്നിട്ട് വയുസല്ലി മഅൽ ജമാഅ, പള്ളിയിലേക്ക് പോയിട്ട് ജമാഅത്തായി സുബഹി നിസ്കരിക്കും. എല്ലാ ദിവസവും സുബഹിക്ക് പള്ളിയിലേക്ക് പോകും. 5 വഖത്തും കൃത്യമായി നിസ്കരിക്കൂല, പക്ഷേ സുബഹി മുടക്കൂല, അതും ജമാഅത്തായിട്ട് നിസ്കരിക്കും. കള്ളുടിയനാണ്. രാത്രിയും കള്ളുടിക്കും, പകലും കള്ളുടിക്കും, എല്ലാ തമ്മാടിത്തരവും ചെയ്യും. പക്ഷേ രാത്രി കള്ളു കുടിച്ച് സുബഹിയാവുമ്പോ അതിന്റെ ലക്ക് വിട്ടാൽ, അതിന്റെ ആ മത്ത് വിട്ടാൽ, ഒന്ന് വളരെ വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി ഒന്നൊക്കെ ഉണ്ടാക്കി നല്ല റാഹത്തായി പള്ളിയിലേക്ക് പോയി സുബഹി ജമാഅത്തായി നിസ്കരിക്കും. ഇത് അദ്ദേഹം ചെയ്തിരുന്ന ഒരു നല്ല കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്തത് മഹാനവറുകളെ, എല്ലാ ദിവസവും ഒരു യത്തീമിനെയോ അല്ലെങ്കിൽ 2 യത്തീമിനെയോ, ഒരു യത്തീമിനെയോ അല്ലെങ്കിൽ 2 യത്തീമിനെയോ ശുശ്രൂഷിക്കാത്ത, ഒരു യത്തീമിനോ അല്ലെങ്കിൽ 2 യത്തീമിനോ ഭക്ഷണം കൊടുക്കാത്ത, ഒരു യത്തീമിനെയോ അല്ലെങ്കിൽ 2 യത്തീമിന്റെയോ കണ്ണീരൊപ്പാത്ത, സമാശ്വസിപ്പിക്കാത്ത ഒരു ദിവസവും എന്റെ ഭർത്താവിന് കഴിഞ്ഞു പോകാറില്ല. എല്ലാ ദിവസവും 1 or 2 യത്തീമുകൾക്ക് ഭക്ഷണം കൊടുക്കും, അവരെ സംരക്ഷിക്കും, അവരെ സമാശ്വസിപ്പിക്കും. അങ്ങനെ ഒരു ഗുണവും ചെയ്തിരുന്നു, അങ്ങനെ ഒരു ഖൈറും ചെയ്തിരുന്നു. മൂന്നാമത്തത് എന്റെ ഭർത്താവ് ചിലപ്പോൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്, ഓരോ ദിവസവും ഇടക്കിടക്ക് നല്ല ഓർമ്മയുള്ള സമയത്ത്, മദ്യപിച്ചിട്ടില്ലാത്ത, കള്ളു കുടിച്ചിട്ടില്ലാത്ത ഓർമ്മയുള്ള സമയത്ത്, മദ്യത്തിന്റെ ലഹരി വിട്ട സമയത്ത്, എല്ലാ ദിവസവും പലപ്പോഴും പടച്ചോനേ യാ റബ്ബ് അയ്യു ദാവിയത്തി ജഹന്നമ
തുരീദു അൻ തംലഹ ബിഹാദൽ ഖബീർ. പടച്ചോനെ, നരകത്തിലേത് കുണ്ടാണ്, നരകത്തിലേത് ചെരുവാണ് ഈ തമ്മാടിക്ക് നീ ഉദ്ദേശിച്ചിട്ടുള്ളത് റബ്ബേ? അല്ലാഹുവേ, നരകത്തിലേത് താഴ്വരയാണ്, നരകത്തിലേത് ചെരുവാണ്, നരകത്തിലേത് ഭാഗമാണ്, നരകത്തിന്റെ ഏത് കുണ്ടാണ് ഈ തമ്മാടിക്ക് നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ഏത് കുണ്ടിലാണ് ഈ തമ്മാടിയെ കൊണ്ട് നടക്കുക റബ്ബേ? പടച്ചവനെ, നരകത്തിലെ കത്തിയാളുന്ന ഏത് ഭാഗത്താണ്? എന്നെ നീ നരകത്തിലെ വറകാക്കി വലിച്ചെറിയുക അല്ലാ. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട്, നരകത്തെ പേടിച്ചുകൊണ്ട് എന്റെ ഭർത്താവ് എല്ലാ ദിവസവും കരയാറുണ്ട് എന്ന് ഈ മഹാനായ വലിയനോട് പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഈമാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, അത് തന്നെ ഈ 3 കാരണങ്ങളോ നിങ്ങളുടെ ഭർത്താവ് രക്ഷപ്പെടാൻ കാരണമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അവസാനത്തെ കാരണം, നരകത്തെ പേടിച്ച് കരഞ്ഞത്, നരകത്തെ പേടിച്ച് പലപ്പോഴും കരഞ്ഞത്, അതാണ് നിങ്ങളുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്തിയത്, സ്വർഗാവകാശിയാക്കിയത്, പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കാൻ കാരണമായത് എന്ന് മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ട ഈ സഹോദരിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ജനങ്ങളൊക്കെ ഏറ്റവും വലിയ തമ്മാടി എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോഴും അല്ലേ, പക്ഷേ കൽബ്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു നേരിപ്പോടുണ്ടായിരുന്നു. ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, ചെയ്യുന്നത് കുറ്റമാണ് എന്നറിയാം, ഞാനീ ചെയ്യുന്നത് ഹറാമാണ് എന്നറിയാം, ഇത് ഏറ്റവും വലിയ ശിക്ഷക്ക് കാരണമാകുന്നതാണ് എന്നറിയാം. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ പടച്ചവനെ എനിക്ക് ശിക്ഷ കിട്ടുമല്ലോ എന്ന പേടിയുടെ നിലവിളി, ആ പേടി കൊണ്ടുവരുന്ന കണ്ണീര്, അതുണ്ടായിരുന്ന ഒറ്റ കാരണത്താൽ ആ സഹോദരൻ രക്ഷപ്പെടുകയാണ്. നമുക്ക് പേടിക്കാനും കരയാനും ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ പുണ്യമായ റമദാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും, ഞങ്ങളൊന്നും കള്ളു കുടിച്ചിട്ടില്ലല്ലോ, അതേപോലെയുള്ള തമ്മാടിത്തരങ്ങളും ചെയ്തിട്ടില്ലല്ലോ, നമ്മളൊക്കെ 5 വഖത്ത് നിസ്കരിക്കുന്നവരാണല്ലോ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ, നരകം കിട്ടാൻ ഒരിക്കലും നമുക്കൊന്നും സാധ്യതയില്ല എന്നതാണ് നമ്മുടെയൊക്കെ ഒരു ആശ്വാസം. പക്ഷേ നമ്മളും പേടിക്കണം, നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചില്ലേ, കാന റസൂലു സയ്യിദുൽ കുല്ല്, മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും നേതാവായിരുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് എല്ലാ സ്വർഗ്ഗക്കാരുടെയും നേതാവായിരുന്നില്ലേ? എല്ലാ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും നേതാവായിരുന്നില്ലേ? എന്നിട്ടും രണ്ട് കാലിലും നീര് കെട്ടി വീർക്കുവോളം എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചില്ലേ? 2 കണ്ടരത്തിലും നീര് വരുന്നത് വരെ മുത്തുനബി കരഞ്ഞില്ലേ? അമാകാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശജിയൻ നശീദ് കസീറൽ ബുകാ, സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടുമെന്ന് മുത്തുനബി സന്തോഷവാർത്ത അറിയിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സദാസമയവും ബേജാറിലും ദുഃഖത്തിലുമായിരുന്നില്ലേ? കസീറൽ ബുകാ, ഏറ്റവും കൂടുതൽ കരഞ്ഞയാളായിരുന്നില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയാറുണ്ട്, റബ്ബേ, ഒരു മുഅ്മിനിന്റെ നെഞ്ചത്തെ ഒരു രോമമായി നീ എന്നെ ജനിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മുഅ്മിനിന്റെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകാമായിരുന്നല്ലോ. പടച്ചോനെ, എന്നെ ഒരു മുക്കല്ലഫായ മനുഷ്യനാക്കിയല്ലോ റബ്ബേ, ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവനാക്കിയല്ലോ അല്ലാഹ്. എന്റെ നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, ഇബാദത്തിനെക്കുറിച്ച്, എന്റെ ഓരോ വാക്കിനെക്കുറിച്ച്, നോക്കിനെക്കുറിച്ച്, എന്റെ കേൾവികളെക്കുറിച്ച്, എന്റെ നടപ്പിനെക്കുറിച്ച്, എന്റെ ഇരിപ്പിനെക്കുറിച്ച്, എന്റെ ജീവിതത്തിലെ ഓരോ സമയങ്ങളെക്കുറിച്ച്, എന്റെ ഖൽബിന്റെ ചിന്തകളെക്കുറിച്ചൊക്കെ പടച്ചോനെ ഞാൻ നിന്റെ ചോദ്യത്തിന് മറുപടി പറയണമല്ലോ.
ഖബറിലും മഹ്ശറിലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു മനുഷ്യനായി പോയല്ലോ റബ്ബേ ഞാൻ. അതിന് പകരം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മുഅ്മിനിന്റെ നെഞ്ചത്ത് ഒരു രോമമായി ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ മുഅ്മിനിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഅ്മിനെ, നീ എങ്ങനെ കരയാതിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞ് കണ്ണുനീര് വന്നിട്ട് കണ്ടടങ്ങൾ നീരുകെട്ടി വീർത്തു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. അമാ കാന ഫീ ഖദ്ദി ഉമർ ഖത്താനി മിൻ ആസാരി ദുമൂഅ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒലിച്ചിട്ട് രണ്ട് വരകൾ, ഇരുണ്ടുപോയ രണ്ട് വരകൾ, ശരീരത്തിന്റെ തൊലികളിൽ രണ്ട് അടയാളങ്ങൾ, കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടുള്ള രണ്ട് അടയാളങ്ങൾ, ഖത്താനി അസ്വദാനി, രണ്ട് അടയാളങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടങ്ങളുണ്ടായിരുന്നു. ഇത് സിദ്ദീഖ് തങ്ങൾക്കും ഉണ്ടായിരുന്നു. അമാ കാന ഉസ്മാൻ യഖ്തിമുൽ ഖുർആന ഫീ റകഅത്ത്. ഒരൊറ്റ റകഅത്തിൽ ഖുർആൻ മുഴുവൻ ഖത്തമോദ് തീർത്തു ഉമർ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖബറിനെ കാണുമ്പോഴേക്ക് നിലവിളിച്ചു കരഞ്ഞു. ഖബർ കാണുമ്പോഴേക്ക് നിലവിളിച്ചു കരഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് രാത്രി ഉറങ്ങാതെ അള്ളാന്റെ മുന്നിൽ നിസ്കരിച്ചു. ഒരൊറ്റ റകഅത്തിൽ ഖുർആൻ ഖത്തമോദ് തീർത്തു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അമാ കാന അലി ഇബ്നു അബീ ത്വാലിബ് യബ്കി ബില്ലൈലി ഫീ മിഹ്റാബി ഹത്താ തംവല്ല ലഹ്യതു ബിദ്ദുമൂ. കണ്ണുനീരിൽ താടി മുഴുവനും കുതിർന്നു പോയിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്നിട്ട്, രാത്രിയില് മിഹ്റാബിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ കരയുന്നു. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ കരഞ്ഞിട്ട് താടി മുഴുവനും കുതിർന്നു പോയിരുന്നു. അതിന് മാത്രം കരഞ്ഞിരുന്നു. എന്നിട്ട് പറയും, ബഹുമാനപ്പെട്ടവർ പറയും, യാ ദുനിയാ ഗുർരേ ഗൈരേ, ദുനിയാവേ, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെ എന്നെ വഞ്ചിക്കണ്ട, എന്നെ വിട്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ കരയാറുണ്ട്. അമാ കാനൽ ഹസനുൽ ബസരി യഹ്യാ അലാ ഖുവത്തിൽ ഖലിഖി. ഉറങ്ങാറില്ല, രാത്രി മുഴുവനും ഹയാത്താക്കി ഉറക്കൊഴിച്ചുകൊണ്ട്. അമാ കാന സഈദ് ഇബ്നുൽ മുസയ്യബ് മുലാസിമൻ ലിൽ മസ്ജിദ് ഫലം തഫ്തു സ്വലാത്തുൻ ഫീ ജമാഅത്തിൻ 40 സന. താബഈങ്ങളിൽപ്പെട്ട മഹാനാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു. 40 കൊല്ലം ഒരൊറ്റ വഖത്ത് പോലും ജമാഅത്ത് നഷ്ടപ്പെടാതെ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടി നിസ്കരിച്ചു. എന്തിനാ അവരൊക്കെ ഇങ്ങനെ പേടിച്ചത്? 40 കൊല്ലം ഒരൊറ്റ വഖത്തും ജമാഅത്ത് നഷ്ടപ്പെടാതെ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടി ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട അസ്വദ് ഇബ്നു യസീദ് റളിയല്ലാഹു തആല അൻഹു കാലം മുഴുവനും നോമ്പ് നോറ്റു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നോമ്പ് തുറന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പോലെ നോമ്പ്, എത്രയോ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ. അമാ കാലത്ത് ബിന്തു റബീഅ ഇബ്നുൽ ഖൈസം, ബഹുമാനപ്പെട്ട റബീഅ ഇബ്നുൽ ഖൈസം റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട റബീഅ ഇബ്നുൽ ഖൈസം റളിയല്ലാഹു തആല അൻഹു ഉറങ്ങാറില്ല. അപ്പോൾ മകൾ ചോദിച്ചു, മാനേ അറന്നാതയനാമൂന വഅൻതലാതനാ. പ്രിയപ്പെട്ട ഉപ്പ, എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? ജനങ്ങളൊക്കെ ഉറങ്ങുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഇന്ന അബാകി യഖാഫു അദാബന്നാർ. എന്റെ പൊന്നുമോളെ, നരകശിക്ഷയെ നിന്റെ ഉപ്പ ഭയപ്പെടുന്നു. നരകശിക്ഷ നിന്റെ ഉപ്പ ഭയപ്പെടുന്നു. നരകശിക്ഷ പേടിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. എത്രയോ കറാമത്തുകളെ കൊണ്ട് അറിയപ്പെട്ട,
എല്ലാ വലിയ വലിയ ഇമാമിങ്ങളും മഹാന്മാരും അംഗീകരിച്ച ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു യുഅല്ലിഖു സൗതൻ ഫിൽ മസ്ജിദ്, തന്റെ പള്ളിയിലെ ഒരു ചാട്ടവാറ് ബഹുമാനപ്പെട്ടവരെ സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്തിന്? യുഅദ്ദിബു നഫ്സഹു ഇദാ ഇദഫ്തറ, എന്തെങ്കിലും ശരീരത്തിന് മടി വന്നാൽ, ക്ഷീണം വന്നാൽ, എന്തെങ്കിലും മടിയോ ക്ഷീണമോ വന്നാൽ നിസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇബാദത്തിൽ നിന്ന് ഖുർആൻ പാരായണത്തിൽ നിന്ന് എന്തെങ്കിലും ക്ഷീണമോ മടിയോ വന്നാൽ ആ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ച വടിയെടുത്തിട്ട് ബഹുമാനപ്പെട്ടവരെ തന്നെ ശക്തമായി അടിക്കും. നിനക്ക് ക്ഷീണമോ, നിനക്ക് ഉറക്കം വരുന്നോ, നിസ്കരിക്കണ്ടേ, ഖുർആനോദണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വടിയെടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് അടിച്ച് എഴുന്നേൽപ്പിച്ച് പിന്നെയും ഇബാദത്ത് ചെയ്തിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ട് കണ്ണീരിന് പകരം പിന്നെ രക്തമാണ് കണ്ണിൽ നിന്ന് വന്നിരുന്നത്. ഇതായിരുന്നു മഹാന്മാർ, ഇതായിരുന്നു സഹാബത്ത്, ഇതായിരുന്നു താബിഈങ്ങൾ, മഹാന്മാര്. മുഅ്മിനെ സ്വർഗം ഉറപ്പിച്ച ആളുകൾ അവരാണ് ഇങ്ങനെ കരഞ്ഞിരുന്നത്. പിന്നെ നീ എങ്ങനെ കരയാതിരിക്കും? നീ എങ്ങനെ ഭയപ്പെടാതിരിക്കും? നീ എങ്ങനെ പേടിക്കാതിരിക്കും? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് വളരെ ഗൗരവത്തോടുകൂടെയാണ് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ചിന്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പേടിക്കണം, നമ്മൾ ഭയപ്പെടണം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പേടിയുള്ളവരാവണം, അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവരാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മളങ്ങനെ എത്രയോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പറയൽ ഒരിറ്റ് കണ്ണുനീരൊലിപ്പിച്ച് റബ്ബിന്റെ മുന്നിൽ, അള്ളാന്റെ മുന്നിൽ പരലോകത്തെ പേടിച്ച്, മരണത്തെ പേടിച്ച്, നരകത്തെ പേടിച്ച് ഒരിറ്റ് കണ്ണീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് പൊഴിയാൻ കാരണമായാൽ അൽഹംദുലില്ലാഹ്, നമ്മൾ രക്ഷപ്പെട്ടു. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, വളരെ ശ്രേഷ്ഠമായ സമയങ്ങൾ അല്ലാഹു നമുക്ക് തന്നു. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. മഹാന്മാരായ ആളുകൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിരുന്നത് ഖുർആൻ ഓതുന്ന സമയത്താണ്. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്താണ് സ്വഹാബത്തും താബിഈകളും മഹാന്മാര് ഏറ്റവും കൂടുതൽ കരഞ്ഞിരുന്നത്. കാരണം ഖുർആനിനെ പോലെ കരയിപ്പിക്കുന്ന മറ്റൊന്നില്ല. ഖുർആൻ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആനിന്റെ അർത്ഥം ആലോചിക്കുക, ഖുർആനിന്റെ ആശയങ്ങൾ മഅന ചിന്തിക്കുക. അത് ചിന്തിച്ചാൽ സ്വാഭാവികമായി കരഞ്ഞുകൊണ്ടിരിക്കും, സ്വാഭാവികമായി കരച്ചിൽ വരും. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ആയത്തോതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നേരം പുലരുവോളം കരഞ്ഞു. ഒരൊറ്റ ആയത്തോതിയിട്ട് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. പടച്ചവനെ, ഇൻ തുഅസിബുഹും ഫഇന്നഹും ഇബാദുക്. പടച്ചവനെ, എന്റെ ഉമ്മത്ത്, അല്ലാഹുവേ, അവർ നിന്റെ അടിമകളാണല്ലാ. അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ പടച്ചവനെ, നിന്റെ അടിയാറുകളല്ലേ, നിന്റെ അടിമകളല്ലേ അല്ലാ. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ പടച്ചവനെ, നീ പൊറുക്കുന്നവനാണ്, നീ കാരുണ്യവാനാണ്, നീ പ്രതാപശാലിയാണ് റബ്ബേ. പടച്ചവനെ, നീ പൊറുക്കുകയാണെങ്കിൽ, അല്ലാഹുവേ എന്റെ അടിമകൾ, എന്റെ ഉമ്മത്ത്, അല്ലാഹുവേ എന്റെ ഉമ്മത്ത് നിന്റെ അടിമകൾ. പടച്ചവനെ, നിന്റെ അടിമകൾ, എന്റെ സമുദായം പാവങ്ങൾ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ. പടച്ചവനെ, അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. ആ ഒറ്റ ആയത്ത് ഓതിയിട്ട് നേരം പുലരുവോളം ആ ഒരൊറ്റ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. എത്രയോ സഹാബിമാരുടെ ചരിത്രത്തിലുണ്ട് ഒരേ ഒരായത്ത് രണ്ടാമത്തെ ഒരായത്ത് ഓതിയിട്ടില്ല. രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല.
ആ ഒരായത്ത് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ആ ഒരൊറ്റ ആയത്തോതിയിട്ട് അങ്ങനെ രാത്രി കരഞ്ഞവർ, ഒറ്റ ആയത്തോതിയിട്ട് നിസ്കരിച്ചവർ, നിസ്കാരത്തില് ഖുർആൻ ഫാത്തിഹ ഓതി നിസ്കാരത്തില് ഒരു സൂറത്തോതി അതിലൊരായത്തെത്തിയപ്പോൾ കരച്ചിൽ വന്നു. പിന്നെ ആയത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പിന്നെ ആയത്ത് പൂർണ്ണമാക്കാൻ വേണ്ടി പിന്നെയും പാടുപെടുകയാണ്. പക്ഷേ കരച്ചിൽ താങ്ങാൻ കഴിയാതെ, ആ ആയത്ത് തന്നെ പൂർണ്ണമാക്കാൻ കഴിയാതെ നേരം പുലരുവോളം അവർക്ക് നൃത്തം നിന്നുകൊണ്ട് അങ്ങനെ പ്രയാസപ്പെട്ട റബ്ബിന്റെ ശിക്ഷകളെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞ ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ. നമ്മൾ പേടിക്കണം, ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത ദാഹമുണ്ട്, നല്ല ദാഹമുണ്ട്. നല്ല ദാഹമുള്ള സമയത്ത് വെള്ളം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല തണുപ്പുള്ള പച്ചവെള്ളം, ദാഹം ശമിപ്പിക്കുന്ന നല്ല തണുപ്പുള്ള പച്ചവെള്ളം ബഹുമാനപ്പെട്ടവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഈ തണുത്ത വെള്ളം ബഹുമാനപ്പെട്ടവർക്ക് വലിയ ആശ്വാസം, വലിയ സന്തോഷമുണ്ടാകേണ്ട ഘട്ടമാണ്. കാരണം കഠിനമായ ചൂടത്ത് ഏറ്റവും കഠിനമായ ദാഹമുള്ള സമയത്ത് ആവശ്യപ്പെട്ടിട്ടാണ് വെള്ളം ചോദിച്ചിട്ട് ആ വെള്ളം കൊണ്ടുവരുന്നത്. ആ വെള്ളം കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സന്തോഷിക്കേണ്ട ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തേങ്ങി പൊട്ടി കരയുകയാണ്. ഈ തണുത്ത വെള്ളം മുന്നിൽ കൊണ്ടുവന്നപ്പോ അപ്പോൾ ചോദിച്ചു, മഹാനവറുകളെ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആശ്വാസത്തിന്റെ തെളിനീര്, ഈ മനോഹരമായ വെള്ളം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം, ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്താണ് ഇങ്ങനെ പൊട്ടി കരയുന്നത്? സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ് റളിയല്ലാഹു അൻഹു, എന്റെ സഹോദരന്മാരെ, ഈ തണുത്ത നല്ല വെള്ളം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് നരകക്കാരെയാണ്. തദക്കറത്തു അഹ്ലന്നാർ, ഞാൻ നരകക്കാരെ ഓർത്തു. നരകക്കാർക്കുള്ള ശിക്ഷകൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഞാൻ ഓർത്തു. ഖുർആനിന്റെ ഒരാശയം ഒരു ഭാഗത്ത് സർവശക്തനായ നാഥന്റെ കാരുണ്യവർഷമായി വിശുദ്ധ റമദാൻ വരവായി. ഈ പുണ്യമാസത്തിൽ KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബു റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്. അതുകൊണ്ടാണ് താങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ കരഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചു, നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയണം. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കരയണം. അല്ലെങ്കിൽ കരയാൻ പറ്റുന്നിടത്തേക്ക് പോകണം, എങ്ങനെങ്കിലും കരയണം. ചിലപ്പോ അങ്ങനെ ആകുമല്ലോ, കരച്ചിൽ വരൂല. ബഹുമാനപ്പെട്ട അഅ്മശ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഒരു മരിച്ച വീട്ടിൽ പോയാൽ ആരെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവും. കാരണം എല്ലാവരും കരയാണ്. സാധാരണ ഒരു മരിച്ച വീട്ടിൽ പോയാൽ സമാധാനിപ്പിക്കേണ്ടത് ആരെയാ? മരിച്ച ആളുടെ ഭാര്യ വലിയ സങ്കടത്തിൽ കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ മരിച്ച ആളുടെ മക്കള് വല്ലാതെ ടെൻഷൻ അടിച്ച് തളർന്ന് കരയുന്നുണ്ടാവും, അല്ലേ? ആ കുടുംബക്കാര് ഏറ്റവും ഇഷ്ടക്കാര് അവരായിരിക്കും ഏറ്റവും കൂടുതൽ കരയ. ബഹുമാനപ്പെട്ട അഅ്മശ് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ചെന്ന ആളുകളൊക്കെ കരയാം, എല്ലാവരും കരയാം. പിന്നെ ആരിനെ സമാധാനിപ്പിക്കുക? അപ്പൊ എല്ലാവരും ആകെ ബേജാറാകും, ആരെയാണ് സമാധാനിപ്പിക്കേണ്ടത്? കാരണം
മരിച്ച ആളുടെ മക്കൾ കരയുന്നതിനേക്കാൾ ബേജാറിൽ വേറെ ആളുകൾ കരയുന്നുണ്ട്. അതിനേക്കാൾ സങ്കടത്തിൽ കരയുന്നുണ്ട് അപ്പുറത്തെ ആളുകൾ, അയൽക്കാർ കരയുന്നുണ്ട്. ഇയാളെ ആലോചിച്ച് കരയലല്ല, മരിച്ച ആളെ മരിച്ചല്ലോ എന്ന് ആലോചിച്ച് കരയല്ല, മറിച്ച് പടച്ചോനെ ഞങ്ങളും ഇതേപോലെ മരിക്കണമല്ലോ, ഞങ്ങളും മരിക്കേണ്ടവരാണല്ലോ, ഞങ്ങളും ഇങ്ങനെ യാത്രയാകേണ്ടവരാണല്ലോ. സ്വന്തം മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ആലോചിച്ച് കരയുന്ന ആളുകൾ എല്ലാവരും കരയുകയാണ്. അതുകൊണ്ട് ആരെയാണ് സമാധാനിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നു. എന്നാലോ മഹാന്മാര് പറഞ്ഞു ഇപ്പോഴോ ഇപ്പൊ നമ്മളൊക്കെ കാലത്ത്, ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ എന്താ അവസ്ഥ? ആർക്കും ആരെയും സമാധാനിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലേ? മരിച്ചു പോയിട്ട് ആരും കരയണില്ല, കുടുംബക്കാരും കരയണില്ല, ആരും കരയണില്ല. അവിടെ വലിയ സന്തോഷത്തിലാണ്, എല്ലാവരും സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. കളിതമാശകളും വർത്താനങ്ങളും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മരണവീടുകൾ മാറിപ്പോയത്? മരണവീടുകൾ അങ്ങനെ മാറിപ്പോയത് ബഹുമാനപ്പെട്ട മഹാന്മാര് പറയുന്നു, ബിക്കസറത്ത് പാപങ്ങൾ വർദ്ധിച്ചപ്പോൾ മനസ്സുകളൊക്കെ കട്ടിയുള്ള മനസ്സുകളായി, കരയാത്ത മനസ്സുകളായി, കണ്ണുനീര് വരാത്ത മനസ്സുകളായി. പാപങ്ങൾ പെരുത്തപ്പോൾ, പാപങ്ങൾ അധികരിച്ചപ്പോൾ നമ്മുടെ മനസ്സുകൾക്കൊക്കെ കസവത്ത് ബാധിച്ചു പോയി, കട്ടി ബാധിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഖൽബിന് കട്ടി വരാൻ, മനസ്സിന് കട്ടി വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്: ഒന്ന്, പാപങ്ങൾ വർദ്ധിപ്പിക്കൽ; രണ്ട്, സമ്പത്ത് ഹറാമായി തീരൽ. മഹാന്മാര് പഠിപ്പിക്കുന്നു സമ്പത്ത് ഹറാമായി തീരൽ. പിന്നെ മൂന്നാമത്തത് മഹാന്മാര് പഠിപ്പിച്ചു നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതാവൽ. നിസ്കാരത്തിന് താല്പര്യമില്ല, നിസ്കാരത്തിൽ നിന്ന് പിന്തിരിയുന്നു. ഈ കാര്യങ്ങൾ ഖസ്വത്തുൽ ഖൽബിന് കാരണമായി തീരുന്നതാണ്. റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇൻഷാ അല്ലാഹ്, പുണ്യമായ റമദാൻ ശരീഫിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങൾ, സന്ദർഭങ്ങൾ, നിമിഷങ്ങൾ, രാവുകൾ, പകലുകൾ, അതാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതി കരയുന്നവരും, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവരും, മരണത്തെക്കുറിച്ച് ആലോചിച്ച് കരയുന്നവരും, നിസ്കാരത്തിൽ കരയുന്നവരും, സുജൂദിൽ കരയുന്നവരും, റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്ത് കൈയുയർത്തി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരും ഒക്കെയായി മാറണം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ? നമുക്ക് തന്നെ ഞാൻ അള്ളാഹുവിനോട് ബന്ധപ്പെട്ടു എന്നൊരു തോന്നൽ, ഞാൻ അള്ളാഹുവിലേക്ക് എത്തി എന്നൊരു തോന്നൽ നമ്മുടെ ഖൽബിലുണ്ടാവണം. ഞാൻ അള്ളാഹുവിലേക്ക് എത്തി, പടച്ച റബ്ബ് എന്റെ ദുആ അല്ലാഹ് കേൾക്കുന്നുണ്ട് എന്നൊരു തോന്നൽ, ആ ഒരു ഉറപ്പിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥത നമ്മുടെ ദിക്റുകളിലും ദുആകളിലും ഖുർആൻ പാരായണത്തിലും നിസ്കാരത്തിലും എല്ലാ കർമ്മങ്ങളിലും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, കാരണം ജുമുഅക്ക് ഒരുമിച്ച് കൂടി. പിന്നെ നമ്മൾ പതിവ് തെറ്റിക്കാൻ പാടില്ല. എല്ലാ ദിവസവും ഏറ്റവും പ്രധാനമായി ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കുറച്ച് ദിക്റ് ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, ദുആ ചെയ്യാം. ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പതിവ് ഒരു യാസീൻ ഓതി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹദിയ ചെയ്ത് ദുആ ചെയ്യലാണ്. നമ്മളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേകമായി സദസ്സിലൊരു യാസീൻ ഓതി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഒരു ഹദിയ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതേപോലെ നമുക്ക് ദിക്ർ, ഇസ്തിഗ്ഫാർ അതൊക്കെ നമുക്ക് ചൊല്ലി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെയും മറ്റന്നാളും ശനിയും ഞായറും സാധാരണ ആളുകൾ കൂടുതലുണ്ടാകുന്ന ദിവസങ്ങളാണ്, ഒഴിവ് ദിവസങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ
അതിഥികളായ ആളുകൾ എത്തിച്ചേരുന്ന ദിവസങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പല പ്രധാനപ്പെട്ട ഉസ്താദുമാരും അവരുടെ പ്രഭാഷണങ്ങളും അതേപോലെ മഹാന്മാരായ സൂഫിയാക്കൾ, ആരിഫ്യങ്ങൾ, മഹാന്മാർ അവരുടെ നേതൃത്വത്തിലൊക്കെ കിട്ടുന്ന ദുആ അതൊക്കെ വലിയൊരു സൗഭാഗ്യമാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുനാ ആത്തിപ്പറ്റ ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് മറ്റന്നാൾ ഞായറാഴ്ച എത്തിച്ചേരും. അതേപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ, പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലൊക്കെ മഹാന്മാരായ ആളുകൾ, ബഹുമാനപ്പെട്ട ശൈഖുനാ കോയക്കുട്ടി ഉസ്താദും ബഹുമാനപ്പെട്ട ശൈഖുനാ പറപ്പൂര് ഉസ്താദും ഉൾപ്പെടെ അവരൊക്കെ വരാം എന്ന് പ്രാവശ്യവും ഏറ്റിട്ടുണ്ട്. അള്ളാഹു അവർക്കതിനുള്ള ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് അങ്ങനെ മഹാന്മാരെ കൊണ്ട് ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സദസ്സാണ്. അതേപോലെ ഇവിടെ ഓരോ ദിവസവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിന്റെ കൂട്ടത്തിലും എല്ലാ ദിവസവും ഒരേ ആളുകളല്ല, ഓരോ ദിവസവും മാറി മാറി പല ആളുകളും നമ്മുടെ ഈ സദസ്സിൽ വരാറുണ്ട്. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന, ഒരുപാട് ആളുകൾ ദിക്റിലും ദുആയിലും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു സൗഭാഗ്യം ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് കൊണ്ട് നമുക്കുണ്ട്. ജുമുഅക്ക് മുമ്പ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന കുറെ ആളുകളുണ്ട്. നമ്മുടെ ദർസിലെ കുട്ടികളെ അവരുടെ ചെലവ് മുഴുവൻ ഏറ്റെടുത്തവരുണ്ട്. അതേപോലെ ഭക്ഷണത്തിലേക്ക് സദഖ ചെയ്ത ആളുകളുണ്ട്. പള്ളിപ്പണിയിലേക്ക് സമ്പത്തും പണവും ആഭരണങ്ങളും ഒക്കെ സദഖ ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതിന്റെ ഒക്കെ സവാബ് കൊണ്ട് നമ്മുടെ ദുആക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും രൂപത്തിൽ നമ്മളൊക്കെ സദഖ ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് കഴിവില്ല, പാവങ്ങളാണ്. എന്നാൽ പോലും ഉള്ള കഴിവിൽ ഒതുങ്ങി നിന്നിട്ട് നമ്മളൊക്കെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നവരാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ സദഖകളും രാജാതിരാജനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബിഫദ്ലി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.